ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് ഏറ്റവും ഇറിറ്റേഷൻ പിടിച്ചൊരു ദിവസമാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് എൻ്റെ റൂം മൊത്തത്തിൽ വൃത്തിയാക്കുന്ന ദിവസം. സാധാരണ ഞാൻ എന്തായാലും മാസത്തിൽ 2 പ്രാവശ്യം എൻ്റെ റൂം വൃത്തിയാക്കലുള്ളതായിരുന്നു. പക്ഷേ ഈ മാസം എനിക്ക് വൃത്തിയാക്കാനേ പറ്റില്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നു. ഈ റൂം ഇപ്പം മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഫാനും അവിടെ ഇവിടെയും മൊത്തത്തിൽ പൊടിച്ച് എൻ്റെ കമ്പ്യൂട്ടറിൽ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ് ഗൈസ്. ഇത് മൊത്തം ഇന്ന് വൃത്തിയാക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് അനോയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിന് ഒരു ദിവസമാണ് എൻ്റെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വൃത്തിയാക്കലൊന്നുമല്ല. ഫുള്ള് എല്ലാം വലിച്ചിട്ടിട്ട് എനിക്ക് ഇപ്പം തന്നെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇതിപ്പോ എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും, ഇത് എങ്ങനെ വൃത്തിയാക്കുക, ഇതാ പരാന്ത് പിടിച്ചിട്ടിരിക്കുവാണ് ഗൈസ്. പിന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് മുടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോന്ന് ഉണ്ടാകും ഗൈസ്. ഉമ്മാക്ക് എന്തെല്ലോ സാധനം പുറത്തു പോയിട്ട് വേണമെന്നെല്ലാം പറയുന്നുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരും വിളിക്കില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കുന്നപ്പോഴത്തേക്ക് ഉമ്മുമാക്ക് മറ്റേ ബായ് ഗുളിക വേണോ, വെല്ലുപ്പാൻ ആശുപത്രി കൊണ്ടുപോകണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ വണ്ടി എടുത്ത് ഉമ്മാനെ കൂട്ടി നേരെ ഉമ്മാന്റെ മാർക്കറ്റിൽ പോയി ഉമ്മ ആടുന്നാണ് സാധനം മയക്കി ഈ ഒരു സ്ഥലത്ത് നിന്ന്. ഇവിടെ എത്തിയാട് ഉമ്മ വണ്ടി എടുത്ത് ഉന്താൻ തുടങ്ങി. ഉള്ള സാധനം എല്ലാം എടുത്ത് വലിച്ചിടാൻ തുടങ്ങി. ഞാൻ നോക്കും ഉമ്മാനെ കാണുന്നത് നോക്കുമ്പോണ്ട് അങ്ങ് പോയിട്ട് അതിന്റെ അടിയിലെല്ലാം പോയിട്ട് എന്തെല്ലോ തപ്പി ഇത് കുറെ നിറയ്ക്കുന്നുണ്ട്. ഇത് നിറച്ച് പീടിയ മൊത്തം കാലിയാക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോവും, അമ്മ എന്തെങ്കിലും തരണേ പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ കുറച്ച് സാധനം എടുത്ത് കൈമ തരും. ഇതെടുത്തിട്ട് പോയിട്ട് ഞാൻ ആ കൊട്ടയെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ പരിപാടി. കൊട്ട മൊത്തം നിറച്ചത് ഞാനാണ്, എടുത്തത് ഉമ്മ. അങ്ങനെ അതെല്ലാം എടുത്ത് നമ്മൾ തന്നെ ബില്ലിങ്ങിൽ പോയി. ഇതൊക്കെ പീടിയ മൊത്തം വായിച്ചിട്ടുണ്ട്, പകുതി മുക്കാലും ആയിട്ടുണ്ട്. രാവിലെ മര്യാദ അക്കൂസിലൊന്നും പോകാൻ പറ്റിയില്ല കൈ, തൂറാലും മുട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും പുരത്തുന്നവരെ പിടിച്ചിരിക്കണം. അപ്പത്തേക്ക് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് കണ്ട് അതും കൂടി വേണം എന്നിട്ട് അതും വായിച്ചു. ഇത് കണ്ട ഒരു കയറ്റം പോലത്തെ സാധനം ഇവിടുന്ന് ഞാൻ ഉരുട്ടിയത്. ഇത് നേരെ റോട്ടുമ്മലേക്ക് പോകേണ്ടതായിരുന്നു. എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ട് അങ്ങനെ ഉമ്മാനെ നേരെ ഓട്ടോറിക്ഷ കയറ്റിട്ട് വിട്ട് ഞാൻ വണ്ടി എടുത്ത് പുരക്കത്തി. ഇപ്പൊ നോക്കിയാൽ നായിനെ പോലെ ആയിട്ടുണ്ട്, തളർന്നിട്ട്. അയ്യോ, അങ്ങനെ കതച്ച് റൂമിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് സങ്കടം വരാൻ തുടങ്ങി ഗൈസ്. ഇപ്പം തന്നെ എൻ്റെ പകുതി മുക്കാൽ എൻ്റെ സ്റ്റാമിന തീർന്നു. ഇതിപ്പോ റൂം മൊത്തം ക്ലീൻ ആക്കണമല്ലോ ആലോചിച്ച് എനിക്ക് സങ്കടം വരുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. ഞാൻ മൊത്തം റൂം ഇങ്ങനെ വട്ടത്തിൽ കിടന്ന് നോക്കുന്നുണ്ട്. എൻ്റെ മോനെ ഇത് മൊത്തം ക്ലീൻ ആക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, റൂമിലുള്ള ഓരോരോ സാധനം എടുത്ത് പുറത്തേക്ക് ഇടാൻ തുടങ്ങി. എന്ത് വന്നാലും ഇത് ക്ലീൻ ആക്കിയിട്ട് തന്നെ കാര്യമുള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ആദ്യം പുറത്തിടണം. മെല്ലെ പിരാൻ തിളകുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ എനിക്ക് പിരാൻ തിളകുന്നുള്ള കാര്യം. ചെറുതായിട്ട് പിരാൻ തിളകുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ സ്റ്റൂള് ആദ്യം എടുത്ത് പുറത്തിട്ടു. അതിനുശേഷം നമ്മളെ കണ്ണാടി എടുത്ത് നേരെ കൊണ്ടുപോയി പുറത്തിട്ടു. അതിനുശേഷം എന്തെന്നുള്ളി എൻ്റെ മറ്റേ ഇയർബഡ് എന്തെല്ലോ സാധനം, അതുപോലെ തന്നെ കുറച്ച് ഡ്രോവറും അതെല്ലാം എടുത്ത് നേരെ കൊണ്ടുപോയി പുറത്തിട്ട്. അതിനുശേഷം നമ്മൾ കുറെ ലൈറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെ ട്രൈപോഡ്, അത് ചെറിയ ലൈറ്റ്, വലിയ ലൈറ്റ്, പിന്നെ എൻ്റെ മൊബൈൽ സ്റ്റാൻഡ്, പിന്നെ എൻ്റെ കസാര, ഇത് റൂമിൽ ഒട്ടുമിക്ക സാധനങ്ങൾ എടുത്ത് നമ്മൾ മെല്ലെ പതിയെ പുറത്തിടുന്നുണ്ട്. ഇതെന്റെ കുഞ്ഞു ടേബിളാണ് ഗൈസ്. ആ ടേബിൾ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് പുറത്തിടുന്നുണ്ട്. ഇനി നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ മുകളിൽ കുറെ എന്തെല്ലോ കുഞ്ഞു സാധനം ഉണ്ട്, അതെല്ലാം എടുത്ത് മാറ്റി വെക്കണം. എനിക്ക് കമ്പ്യൂട്ടർ മൊത്തം പ്ലെയിൻ ആക്കി ഇടണം. എന്നാ പിടിച്ച കുണ്ടി അതിന്റെ അടിയിൽ ഇവിടെയും പിന്നെ ഞാൻ ഉപയോഗിക്കാത്തൊരു ഫോണും പിന്നെ എന്റെ ക്യാമറ, എന്റെ ബോക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതെല്ലാം എടുത്ത് ഞാൻ അങ്ങോട്ട് മാറ്റി. പിന്നെ എന്റെ തട്ടിന്റെ മുകളിൽ കുറച്ച് കൺട്രോളർ, പിന്നെ ചെടി, കുറച്ച് പച്ചില സാധനങ്ങൾ പിരാന്ത് തിളകുന്നുണ്ട്. പിരാന്ത് അതിന്റെ മണ്ടയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, ചെടിയും ചെടിച്ചട്ട്, അതെല്ലാം എടുത്ത് മാറ്റി വെച്ച്. ഇത് നോക്കണ്ടേ, ഇതെനിക്ക് ഉള്ള ഇതാണ്. നമുക്ക് ഫസ്റ്റ് കിട്ടിയ പ്ലേ ബട്ടൺ കഴിച്ചു. ഫസ്റ്റ് കിട്ടിയ പ്ലേ ബട്ടൻ്റെ പേര് ചെയ്ത് പ്ലേ ബട്ടൺ. ഈ കീബോർഡ് പിന്നെ അടിച്ചു പോയതാണ്. പിന്നെ ഇതൊക്കെ എടുത്ത് നേരെ ബെഡിൽ കൊണ്ടുപോയിട്ടാണ് ഞാൻ സാധാരണ ഇടല്. എന്റെ റൂം വൃത്തിയാക്കുന്നതിന് ഒരു രീതി ഉണ്ട്, ആ രീതിയിലാണ് ഞാൻ വൃത്തിയാക്കല്. ഫാൻ ഓഫ് ആക്കുന്നതിൽ പൊടി വരും. പിന്നെ നമ്മൾ ബക്കറ്റും വെള്ളം എടുത്ത് ഒരു മൈക്രോ ഫൈബർ തുണി എടുത്ത്, ഈ തുണി നമുക്ക് അത്യാവശ്യമാണ്. മൈക്രോ ഫൈബർ ആണ് തുടക്കാൻ ഏറ്റവും നല്ലത്. ഈ ജനലിന്റെ ഭാഗത്തു നിന്നാണ് ഞാൻ സാധാരണ ക്ലീൻ ആക്കി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്റെ റൂം ക്ലീൻ ആക്കുന്ന കാര്യത്തിൽ എനിക്ക് മാസ്ക് മുഖ്യമാണ് ബിഗിലെ. ബിക്കോസ് ഇതില്ലെങ്കിൽ എന്റെ മൂക്കെല്ലാം ഫുള്ള് അലാക്കായി ജലദോഷം എല്ലാം പിടിച്ച് പണ്ടാരടക്കി ഞാൻ തുമ്പി അടച്ച് വീണ് 2-4-5 ദിവസം അങ്ങനെ കിടക്കും. അതുകൊണ്ട് മാസ്ക് കുണ്ടി. അതിന്റെ മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്റെ റൂം വൃത്തിയാക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഞാൻ ആദ്യം ജനലിന്റെ മുകളിലാണ് തുടങ്ങാൻ, പിന്നെ ഇത് അങ്ങനെ ഇങ്ങനെ ഒരു രീതിയിൽ, ഒരു പാറ്റേണിലാണ്. ബിക്കോസ് ആ ഒരു പാറ്റേണിൽ ക്ലീൻ ആക്കിയാൽ മാത്രമേ എന്റെ റൂം മൊത്തത്തിൽ ക്ലീൻ ആകാനുള്ളൂ. ആദ്യം വാക്യൂം ക്ലീനർ വെച്ച് മൊത്തം പൊടിയെടുത്തതിന് ശേഷം ഇതുപോലെ നല്ലോണം നമ്മളിങ്ങനെ മുക്കി തുടക്കും, വെള്ളത്തിൽ മുക്കിയിട്ട്. ഇപ്പുറത്തെ ജനലിൽ ക്ലീൻ ആക്കിയതിന് ശേഷം അപ്പുറം പോയിട്ട് ജനൽ ക്ലീൻ ആക്കും. അങ്ങനെ ഇപ്പുറം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ അലമാരിന്റെ മുകളിലുള്ള ഈ പച്ചിലെ സാധനങ്ങളൊക്കെ എടുത്ത് ജനലിന്റെ മുകളിലിട്ട് ക്ലീൻ ആക്കിയ ജനലിന്റെ മുകളിലേക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കണ്ട ഇത് ഇത്രക്കായ ചെടിയുണ്ട് ഇവിടെ, ഇതൊക്കെ പ്ലാസ്റ്റിക് ആണ്. അതിനുശേഷം ഈ വാക്യൂം ക്ലീനർ, അതിന് മുമ്പ് ഈ അലമാരന്റെ മുകളിൽ നോക്കിയ കഴിച്ച് ഇത് ഫുള്ള് പൊടിയാണ്. ഇത് എത്ര പൊടിയായത്. സാധാരണ ഞാൻ 2 പ്രാവശ്യം ക്ലീൻ ആക്കല് ഇതുപോലെ റൂം മൊത്തം. പക്ഷെ ഇപ്രാവശ്യം എന്നോട് മറന്നുപോയി, സമയം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ആദ്യം വാക്യൂം ക്ലീനർ വെച്ച് അതിന്റെ മുകളിലുള്ള പൊടിയൊക്കെ ഇതേപോലെ ഇങ്ങനെ എടുക്കും. അതിനുശേഷം പിന്നെ മൈക്രോ ഫൈബർ എടുത്ത് നമ്മൾ അലമാര മൊത്തത്തിൽ ഇങ്ങനെ തുടക്കും. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ റൂമൊക്കെ ഒരു ആഴ്ച
ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ എപ്പെങ്കിലൊക്കെ ക്ലീൻ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ഊതിക്കല്ലായിരിക്കും ഓരോ സാധനങ്ങൾ കഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷെ വാങ്ങിക്കുന്ന ഒരു ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാകത്തില്ല. പിന്നെ അത് നമ്മൾ നോക്കാണ്ട് അങ്ങനെ ഇട്ട് അതൊക്കെ നശിക്കും. അതിനെക്കാട്ടും നല്ലതാണ് എപ്പെങ്കിലൊക്കെ ക്ലീൻ ആക്കിയിട്ട് അടിപൊളിയാക്കുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലോറൊക്കെ ഫുള്ള് മറ്റേ മുടിയോ അതേപോലെ കുറെ സാധനമൊക്കെ നിലത്തുണ്ട്. ഇനി ഫ്ലോറാണ് പിന്നെ ഞാൻ ക്ലീൻ ആക്കാൻ. പിന്നെ നമ്മളെ വാക്വം ക്ലീനർ വെച്ചിട്ട് കറണ്ട് കുത്തിയിട്ട് ആട് ഇടലിട്ട് ഉരുട്ടുന്നുണ്ട്. ഉരുട്ടി കണ്ട പൊടിയെല്ലാം അതിൻ്റെ അകത്ത് വലിച്ച് കയറ്റുന്നുണ്ട്. അതിന്റെ മൂലം ഇതിന്റെ മൂലം അങ്ങനെ മൊത്തം മൂലത്തിലും കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് നമ്മൾ വലിക്കുന്നുണ്ട്. ഫുള്ള് അവിടെ ഇവിടെയൊക്കെ മൊത്തം ക്ലീൻ ആക്കി മൊത്തം വൃത്തി നിങ്ങൾ ഇപ്പം തന്നെ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്റെ ഷൂറാക്കണം, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നോബ് മാറ്റിയിട്ട് ഒരു ബ്രഷ് ടൈപ്പ് ഓഫ് നോബ് ഉണ്ട് ഗൈസ്, അത് കൊണ്ടുപോയിടണം. ഈ കോർണേഴ്സിലും കാര്യങ്ങളൊക്കെ പൊടി മറ്റതിനെ കൊണ്ട് എനിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, ഇതിനെ കൊണ്ട് മാത്രമേ വൃത്തിക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കോർണേഴ്സ് ഒക്കെ പിന്നെ ഇത് വെച്ച് ക്ലീൻ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിയിലൊക്കെ കുറച്ച് മുടിയും കാര്യങ്ങളൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇതിനെ കൊണ്ട് വലിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മൈക്രോ ഫൈബർ തുണി എടുത്തിട്ട് ആ ഷൂറാക്കും കാര്യങ്ങളൊക്കെ ഫുൾ ഒന്ന് തുടക്കുന്നുണ്ട്. മുതലൊന്ന് തുടച്ച് വൃത്തിയാക്കി വെള്ളിപ്പിച്ചെടുക്കുന്നുണ്ട്. മോനെ വെള്ളിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നേരത്തെ ഫുള്ളായിട്ട് പറയാൻ പറ്റും, നമ്മുടെ റൂമൊക്കെ മാസത്തിൽ ഒരു ദിവസമൊക്കെ ക്ലീൻ ആക്കുന്നത് നല്ലതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതായിരിക്കും. അപ്പൊ അതൊക്കെ എപ്പോഴും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കുറെ കാലം നമുക്ക് ആ സാധനം നമ്മളെ മുമ്പിൽ തന്നെ കാണാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ലാണ്ട്. അതിനുശേഷം നമ്മൾ ഈ കുഞ്ഞു ചെടിയൊക്കെ ഉണ്ട്, അതിന്റെ മുകളിലൊക്കെ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഈ വാക്യൂം ക്ലീനർ വെച്ച് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുക്കും. ഇതൊക്കെയാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ എന്റെ റൂം എപ്പോഴും ക്ലീൻ ആക്കല്. ഈ ഒരു രീതിയിൽ ഞാൻ ക്ലീൻ ആക്കുന്നത് കൊണ്ട് തന്നെ എന്റെ റൂം എപ്പോഴും നല്ല വൃത്തിയും വെടുപ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ ഈ ചെടീന്റെ കിടക്കുള്ള എല്ലാം ഞാൻ ആദ്യം വാക്യൂം ക്ലീനർ വെച്ച് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് അതൊക്കെ മൊത്തം ഒന്ന് ഇതാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ മൈക്രോ ഫൈബർ തുണി എടുത്തിട്ട് ഇതിന്റെ ഇതളുകളും ചെടിയുടെ ഇതളുകളും അതും ആ ചെടി അതിന്റെ മുകളിലാണ് വെക്കാറുള്ളത്. ഏത് ഈ ചെടി കണ്ട ഈ ഷൂറാക്കിന്റെ മുകളിലാണ് ഈ ചെടി വെക്കാറുള്ളത്. അത് ഞാൻ തുടച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് അവിടെ നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാ നോക്കുന്നത് എനിക്കറിയില്ല. അതിനുശേഷം ഓരോരോ ചെടി എടുത്തിട്ട് ഇതേപോലെ മൈക്രോ ഫൈബർ തുണി ഇങ്ങനെ ആസ്വദിച്ച് അതിന്റെ മുക്കും മൂല്യം തുടച്ച് നമ്മൾ അലമാരേന്റെ മുകളിലാണ് ഈ ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ എന്നോട് അധികം കൂടുതൽ വാങ്ങിപ്പോയതാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞോണ്ട് വാങ്ങിച്ചതല്ലായിരുന്നു. ഞാൻ ഇത് അവിടെ ഇവിടെയൊക്കെ നോക്കി വെക്കാന്നുള്ള രീതിയിൽ വാങ്ങിച്ചോക്കുമ്പോൾ ഇത് കൂടിപ്പോയി. അതുകൊണ്ട് എല്ലായിടത്തും ഞാൻ ഇതേപോലെ അലമാരേന്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ് വെക്കല്. അങ്ങനെ പിന്നെ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി, അലമാരയും വൃത്തിയാക്കി, അലമാറിന്റെ മുകളിലും വൃത്തിയാക്കി, അലമാറിന്റെ മുകളിലുള്ള ചെടിയും വൃത്തിയാക്കി, എല്ലാം വൃത്തിയാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ആ ഒരു ജനലും കംപ്ലീറ്റ് ആയി, അലമാരയും കംപ്ലീറ്റ് ആയി. ഇത് വലിയ ചെടിയാണ്. ഇത് പിന്നെ അവിടെ വെക്കുന്നത് നിലത്ത് വെക്കുന്ന ചെടിയാണ്. കണ്ണാടി ഇല്ലേ, കണ്ണാടി നമ്മൾ എടുത്തു മാറ്റിയ കണ്ണാടി, അതിന്റെ സൈഡിൽ വെക്കുന്ന ചെടിയാണ്. ഞാൻ മൊത്തം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. റൂം മൊത്തത്തിൽ ഞാൻ ഇതെല്ലാം ക്ലീൻ ആക്കി മൊത്തം അറേഞ്ച് ചെയ്തിട്ട് ഒരു സംഭവം കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ് അതൊക്കെ കഴിഞ്ഞതിന് നമ്മളെ മെയിൻ പരിപാടി കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഈ വാള് മൊത്തത്തിൽ നമുക്കൊന്ന് തുടക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു സ്റ്റിക്കറാണ് ഗൈസ്. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ മുകളിൽ പൊടി പറ്റി പിടിക്കും. അപ്പൊ അത് മൊത്തത്തിൽ ഒന്ന് ചെറുങ്ങനെ നനച്ചൊന്ന് തുടക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പേ നമ്മൾ ചെറിയ റാക്കും പിന്നെ ഒരു ചെറിയ ലൈറ്റും സ്വിച്ച് ബോർഡും അതുപോലെ തന്നെ ഗൈസ് നമ്മൾ പിന്നെ ആ ബ്ലാക്ക് മാറ്റ് മൊത്തത്തിൽ ഒന്ന് തുടക്കുന്നുണ്ട്. നിങ്ങൾ തുടക്കുമ്പോൾ കണ്ട ഒരു കളേഴ്സ് വ്യത്യാസം വരുന്നത് ആ പൊടി പോകുന്നതാണ് ഗൈസ്. ആ പൊടി അതിന്റെ മുകളിൽ പറ്റി പിടിക്കുമ്പോൾ റൂമിൽ ഫാൻ ഇടുമ്പോൾ മൊത്തം പാറിക്കിടക്കും. ഞാൻ അതിന്റെ മണ്ടക്കൊക്കെ കയറി എനിക്ക് എത്തുന്ന അത്രയും ഞാൻ തൂങ്ങിപ്പിടിച്ച് അവിടെ ഇവിടെ അതിന്റെ അടുക്ക ഈ ഫാനിന്റെ തലക്കൊക്കെ അടിച്ച് കൈ ഫാൻ ഓഫ് ആക്കാൻ മറന്നുപോയി. ഭാഗ്യം എന്റെ തല തെറിച്ചു പോകാത്തത്. എന്നിട്ട് അവിടെ ഇവിടെ എല്ലാം ഇട്ട് ഒരച്ച് അതെല്ലാം വൃത്തിയാക്കി. ഇപ്പൊ നോക്കി കൈ സമയം നോക്കി 2 മണിയായി. എനിക്ക് കുടല് കത്താൻ തുടങ്ങി കൈസ്. ഇനി അങ്ങോട്ട് പണിയെടുക്കാൻ പറ്റില്ല, ചാവ് ഉറപ്പായിട്ട്. അതുകൊണ്ട് ഇനി ചോറ് വെയിച്ച് വന്നിട്ട് നല്ലോണം വയറ് നിറച്ചിട്ട് നമുക്ക് ഫാന് വൃത്തിയാക്കണം, അതിന്റെ കമ്പ്യൂട്ടർ വൃത്തിയാക്കണം, മൊത്തത്തിൽ വൃത്തിയാക്കണം. ഈ കുരിപ്പിട്ട് ആ റൂമിൽ കയറി വന്നിട്ടുണ്ട്. ഇനി പടച്ചോനറിയാം എന്തെല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത്. പൊളിച്ച ചിരിയിരിക്കുന്നുണ്ട് കണ്ട, ഇത് അടിച്ചു മാറ്റാനുള്ള ചിരിയാണ് ഗൈസ്, വിശ്വസിക്കരുത്. അങ്ങനെ ഞാൻ ചോറും പേച്ച് വന്ന് ഗൈസ് വയറ് നിറഞ്ഞോണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പോതിയാണ്. പക്ഷെ ഉറങ്ങാനും പറ്റില്ല, കുണ്ടി വെക്കാനും സ്ഥലമില്ല, കട്ടിലൊക്കെ മൊത്തത്തിൽ സാധനം വെച്ച് ഇത് വൃത്തിയാക്കേണ്ട ഒരു രക്ഷയില്ല. അങ്ങനെ മുഖത്തും അടിച്ച് എന്നെ കൊണ്ട് പറ്റുന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ഇറങ്ങി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് അടങ്ങുന്നുള്ള രീതിയിൽ. റൂമിൽ 2 ജനലുണ്ട്, ഒരു ജനൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. സോ നമ്മൾ രണ്ടാമത്തെ ജനലിൽ പിന്നെ ക്ലീൻ ആക്കണം. ആദ്യം അതേപോലെ തന്നെ പൊടിയെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ഈ മൈക്രോ ഫൈബർ എടുത്ത് അതിൻ്റെ അടുത്ത് കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് പിന്നെയും വന്ന് അതിന് ശേഷം പിന്നെയും നമ്മൾ ഈ തുണിയൊക്കെ വെച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമ്മൾ ജനൽ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്റെ വൃത്തിയാക്കൽ എന്ന് പറഞ്ഞാൽ ഇമാതിരി വൃത്തിയാക്കലാണ്, ഓട്ടിക്കത്തെ വൃത്തിയാക്കി. നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വൃത്തിയാക്കലായിരിക്കും. കാരണം എനിക്ക് അങ്ങനെ വൃത്തിയാക്കൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾ ഗ്രീൻ ഹൗസിലെ പ്രശ്നേഷൻ ഒന്നല്ല ഞാൻ, അതിനെക്കാട്ടും വലിയ പ്രശ്നേഷനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ആ പ്രശ്നേഷൻ എന്റെ ചങ്ങായായിരുന്നു. ഓൻ എനിക്ക് വിളിച്ചാൽ മതിയായിരുന്നു. ഓൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൻ എനിക്ക് ഇതൊക്കെ പുഷ്പം പോലെ ക്ലീൻ ആക്കി തരുമായിരുന്നു. പിന്നെ എനിക്ക് വടച്ചോൻ കയ്യും കാലം തന്നിക്കല്ലോ, എന്തിനാ വെറുതെ ബാക്കിയുള്ള കൊണ്ട് ഇടങ്ങാറാക്കിപ്പിക്കുന്നത്, എനിക്ക് തന്നെ അങ്ങ് കഴിയാ പോരെ. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ തുടക്കാന്ന് വിചാരിച്ചു. ഇതാണ്ട് ബാതില വരെ തുടക്കുന്നത് ഇതെന്റെ ജുജുസു കൈസിന്റെ ഫ്രെയിമാണ്. അത് തുടച്ചിട്ട് നമ്മളെ ക്ലോക്ക് തുടക്കുന്നുണ്ട്. അതിനുശേഷം മറ്റേ വള്ളിച്ചെടി തുടക്കുന്നുണ്ട് കൈസ്. എല്ലാം തുടക്കും, നിങ്ങൾ പേടിക്കണ്ട. അങ്ങനെ ഈ ഒരു
സെക്ഷൻ മൊത്തത്തിൽ കഴിഞ്ഞ് ഗൈസ്. ഈ ഒരു സെക്ഷൻ മൊത്തത്തിൽ കഴിഞ്ഞ് ഇനി നമ്മുടെ മെയിൻ പരിപാടി ഫാൻ ആൻഡ് കമ്പ്യൂട്ടർ. ആദ്യം കമ്പ്യൂട്ടർ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫാൻ വൃത്തിയാക്കുന്ന സമയത്ത് ഫാനിലുള്ള പൊടി നേരെ കമ്പ്യൂട്ടറിലേക്ക് നിലത്തേക്ക് വീക്കും. അങ്ങനെ കമ്പ്യൂട്ടർ മൊത്തത്തിൽ പിന്നെയും പൊടിയാവും. അപ്പൊ പിന്നെയും കമ്പ്യൂട്ടർ തുടക്കണ്ടേ. അതിന് മുമ്പ് നമുക്ക് ഫാന് തുടച്ചതിന് ശേഷം കമ്പ്യൂട്ടർ തുടക്കുന്നതാണെങ്കിൽ ഫാന് തുടച്ച പൊടി കമ്പ്യൂട്ടറിൽ വീണ് കഴിഞ്ഞാൽ പ്രശ്നമില്ല, പിന്നെ അത് ക്ലീൻ ആകും. ഇപ്പൊ എങ്ങനെയുണ്ട് ബുദ്ധിയാ സൂപ്പർ അല്ലേ. ഫാന് കണ്ട ഗൈസ് ഫുള്ള് വണ്ണാബിലൊക്കെ തൂങ്ങുന്നു, മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കണം ഗൈസ്. നമ്മളെ റൂം വൃത്തിയാക്കാൻ സമയമായി എന്നുള്ള സൂചന തരുന്ന ഒരു സംഭവമാണ് ഫാന്. നമ്മുടെ റൂമിലെ ഫാന് നോക്കിയാൽ മതി. ഫാനിന്റെ മുകളിൽ പൊടിയുണ്ട്, അതിന്റെ അർത്ഥം നമ്മുടെ റൂമിൽ മൊത്തത്തിൽ പൊടിയുണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു ചിറക് വടിച്ചപ്പം തന്നെ ഗൈസ് അതിന്റെ മുകളിൽ നിന്ന് വന്ന കച്ചറയാണ് ഇത്. ഇനി ഞാൻ ആ ചിറക് മൊത്തത്തിലേ ഒന്ന് വടിച്ചെടുത്ത് കഴിഞ്ഞ് നിങ്ങൾ വരുന്ന കച്ചറ നോക്കുക ഗൈസ്. ഇതൊക്കെ നിങ്ങൾ ശ്വസിച്ച് കയറ്റിയിട്ടാണ് ജീവിക്കുന്നത്. നോക്കിയേ ഇത്രയും കച്ചറയുണ്ട്. ഇതൊക്കെ ഒരു മാസത്തിൽ ക്ലീൻ ആക്കുന്നത് കൊണ്ട് ഒന്നും ആവില്ല. പക്ഷെ ക്ലീൻ ആക്കുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അങ്ങ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതങ്ങ് തീർന്നോളൂ. മാസത്തിൽ ഒരു ദിവസമല്ല കഷ്ടപ്പെടുന്നുള്ളൂ. അങ്ങനെയെങ്കിലും ഒന്ന് കഷ്ടപ്പെടുങ്ങളല്ലോ. ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെല്ലാം നമ്മൾ ശീലിക്കണം, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ ഫാന് തൂങ്ങി അതിന്റെ മുകളിൽ തൂങ്ങിച്ചാവോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആ ഫാന് സെറ്റ് ആക്കിയിട്ട് ആ ഫാന് തിളങ്ങുന്നുണ്ട് മോനെ. ആ ഫാന് തിളങ്ങുന്ന പുതിയ വാങ്ങിച്ച പോലെ ഉണ്ട്. ഇപ്പൊ ഞാൻ ആ ഫാനില്ലേ, ആ ഫാന് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫാന് വാങ്ങിച്ച പൈസ എനിക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തരാം. അങ്ങനെ തിളങ്ങുന്നുണ്ട്. ഞാൻ സൂപ്പർ അല്ലേ ഗൈസ്, ഞാൻ പണ്ടേ സൂപ്പറാണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ട് ഞാൻ സൂപ്പറാണ് മോനെ, സൂപ്പറാണ്. ഇതെല്ലാം കഴിയുന്നപ്പോഴത്തേക്ക് നമ്മളെ വെള്ളം മറ്റേ ആരാണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഇതുപോലെ ആയിട്ടുണ്ട്, കച്ചറ പിടിച്ചിട്ട്. ഈ പൊടിയാണ് ഗൈസ്, റൂമിലെ മൊത്തം പൊടിയാണ് നിങ്ങൾ ആ കാണുന്നത് ആ വെള്ളം. ഇനി ഈ വെള്ളം വെച്ച് നമുക്ക് ഈ കമ്പ്യൂട്ടർ തുറക്കാൻ പറ്റത്തില്ല. കാരണം കമ്പ്യൂട്ടറിന്റെ മേശ ഞാൻ തുടക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് വാട്ടറാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ പൊടി വെച്ചിട്ട് നമ്മൾ തുടക്കുകയാണ്, പിന്നെ അതിന്റെ മുകളിൽ മൊത്തം പൊടിയാവും. സോ ഈ വെള്ളം നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം മാറ്റാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. പുറത്ത് പോയിട്ട് താഴത്തേക്കുള്ള മടി കൊണ്ട് ബാർപ്പിന്റെ മുകളിൽ നിന്ന് വെള്ളം എടുത്ത് താഴത്തേക്ക് വെച്ചിട്ട് 2 സ്റ്റെപ്പ് ഇട്ട് അട്ടുടും അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഗൈസ്. ആരെങ്കിലും എൻ്റെ കുണ്ടി ഡാൻസ് കാണുന്നുണ്ടോ? അട്ടുടും അങ്ങനെ നമ്മൾ പൈപ്പ് തുറന്ന് ആ ക്ലോത്ത് എടുത്തിട്ട് നല്ലോണം പീഞ്ഞ് മുക്കി അധികം മുക്കി അടി കൂടെ പോകുന്ന എനിക്ക് അറിയുന്നുണ്ട്. ഞാൻ അധികം മുക്കിയില്ല. അത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് നേരെ നമ്മൾ നല്ല ഫ്രഷ് വാട്ടർ എടുത്തിട്ട് പിന്നെ കമ്പ്യൂട്ടർ ക്ലീൻ ആക്കി. എൻ്റെ മോൻ ഇതാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സംഭവം. ഈ PC നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ കുറെ വയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കുറച്ച് പേടിയുള്ള ഒരു സംഭവമാണ് എനിക്ക്. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഹാർട്ട് അറ്റാക്ക് ചെറുതായിട്ട് വരാറുണ്ട്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് വയേഴ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ അതൊന്ന് കഴിച്ച് മാറ്റണം. അതിനുശേഷം നമ്മൾ ഈ PC എടുത്തിട്ട് ഇതേപോലെ നിലത്തൊന്ന് വീഴാണ്ട് മാറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റണം. ഇതെനിക്ക് ഈ ഒരു കാര്യം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സംഭവമാണ് ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിട്ട് നിലത്ത് കൊണ്ട് പൊട്ടിക്കേണ്ട തീർന്ന എന്റെ ജീവിതം തീർന്ന മൂഞ്ചി കുത്തി നിൽക്കേണ്ടി വരും. പിന്നെ ഇതാണ്ട് ഇത്രക്കാര് വയേഴ്സ് ഉണ്ട് ഇതിന്റെ ബാക്കിൽ. ആകെ ഈ PC മാത്രം നമ്മൾ കഴിച്ച് മാറ്റത്തുള്ളൂ, ബാക്കിയൊന്നും മാറ്റത്തില്ല. ബാക്കിയൊക്കെ അവിടെ തന്നെ വെക്കും ഗൈസ്. ഇനി നമ്മൾ വെള്ളം മുക്കിയിട്ട് ഈ PC ഇങ്ങനെ തുടക്കും. ഞാൻ അത്ര പൊട്ടണമെന്നല്ല ഗൈസ്. നമ്മൾ ആ മൈക്രോ ഫൈബർ നല്ലോണം വെള്ളം മൊത്തം പോക്കിയിട്ട് ചെറിയൊരു ഡ്രോപ്പ് വെള്ളത്തിലാണ് നമ്മളത് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം PC ഒക്കെ ഉള്ളിലൊക്കെ വെള്ളം കയറിക്കൊണ്ട് അടിച്ചു പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ പ്രശ്നേഷ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ബക്കറ്റിൽ മുക്കിയിട്ട് കഴുകുന്നില്ല. അത് വേറൊരു കാര്യം. സാധാരണ PCന്റെ ഉള്ളിൽ ഞാൻ വൃത്തിയാക്കലുണ്ടായിരുന്നു. അത് വേറെ തന്നെ ഒരു മിഷ്യൻ വെച്ചിട്ട് ബ്ലോവർ പോലത്തെ സാധനം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. പക്ഷേ റൂം വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ PCന്റെ ഉള്ളിൽ കഴിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറില്ല. ബിക്കോസ് റൂം ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി പൊടിയൊക്കെ അവിടെയൊക്കെ പാറി കിടക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ PCന്റെ ഉള്ളിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനുശേഷം നമ്മൾ മേശയുടെ അടിയും അതുപോലെ മേശയുടെ മൊത്തം കാലും കയ്യും അതിന്റെ ഇടക്കൂടെ എല്ലാം മൊത്തം തലയൊക്കെ ഇട്ട് ഫുള്ള് കീബോർഡ് അതുപോലെ തന്നെ അതിന്റെ മണ്ടയ്ക്കുള്ള സാധനങ്ങൾ പിന്നെ മൗസ് പാഡൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതെപ്പോൾ മാറ്റുന്നത് എനിക്ക് അറിയില്ല, ഇപ്പൊ മാറ്റം തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ മോണിറ്റർ ഇതൊരു ലാപ്ടോപ്പാണ് ഗൈസ്. എന്റെ ലാപ്ടോപ്പ് അതെടുത്ത് കഴിച്ച് മാറ്റാൻ മറന്നു. അത് കഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിന്റെ അടിയിലെ കൂളറാണ് ഗൈസ്. ആ മൗസ് പാഡ് എടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ആ കൂളർ ഉണ്ട്. ഇത് എന്റെ എന്താ പറയാ ലാപ്ടോപ്പ് കൂളാക്കുന്ന കൂളറാണ് ഗൈസ്. ആ കൂളർ എടുത്ത് നമ്മൾ ഒരു ഭാഗത്ത് വൃത്തിയാക്കി അത് ലാപ്ടോപ്പിന്റെ സ്റ്റാൻഡ് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ എന്റെ റൂം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. പിന്നെ നനച്ച് തുടക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് പിന്നെ റൂമിൽ കയറി വന്നിട്ടുണ്ട് ഗൈസ്. ഇവൻ കണ്ടിവൻ വെറും എന്റെ സാധനം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഭാര്യ വലിച്ചിട്ടോണ്ട് ഇവൻ എന്തെല്ലാം അടിച്ചു മാറ്റിയെന്ന് വടച്ചോനിക്കറിയാം. അതിനുശേഷം പിന്നെ നമ്മൾ മൈക്രോ ഫൈബർ എടുത്ത് പിന്നെ മൗസ് കീബോർഡ് ഹെഡ്സെറ്റ് മേശൻ ടേബിൾ അതിന്റെ മണ്ടൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി ക്ലീൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇതിന്റെ വെബ് ക്യാമും കാര്യങ്ങളൊക്കെ അതും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിയിലും മുകളിലും എവിടെയൊക്കെ പൊടിയുള്ള എല്ലാവരും ഇത് സ്വന്തം റൂമായത് പിന്നെ കള്ളക്കളി ഒന്നും കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. നല്ല വൃത്തിക്ക് തന്നെ മൊത്തം ക്ലീൻ ചെയ്യണം.
പിന്നെ അടിയിൽ തലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഇതെല്ലാം ക്ലീൻ ആക്കി തീരാനായിരിക്കുകയാണ് ഗൈസ്. അത് വേറൊരു സത്യം. ഇതൊക്കെ ഇട്ട് ഒരക്കുന്നുണ്ട് ഗൈസ്. ഞാൻ മറ്റേ ബസ്സും പാണ്ടി ലോറിയൊക്കെ ഒരച്ച് കകുന്ന പോലെയാണ് കൈ കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ആക്കി ഗൈസ്. ഇത് നോക്കി നമ്മളെ കമ്പ്യൂട്ടറിലെ തളങ്ങൽ നോക്കി ഗൈസ്. അവിടെ ഇവിടെ മേശന്റെ അടിയിൽ ഒരു പൊടി പോലും ഇല്ലാണ്ട് മൊത്തം തിളക്കുന്നുണ്ട്. നാലാക്ക് വീണാൻ പോലെ. ഇനി നമ്മളെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തെല്ലാം നോക്കുന്നുണ്ട്, കിണിക്കുന്നുണ്ട്. അടുത്തടിച്ച് മാറ്റാനുള്ള കിണിക്കെല്ലാം തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ ഈ PC അവിടത്തേക്ക് എങ്ങനെയെങ്കിലും വെക്കാനുള്ള അതിസാഹസികമായ സാഹസത്തിലാണ് ഇരിക്കുന്നത്. അവിടെ നിന്നിരുന്ന് ഇവൻ കിണിക്കുകയാണ് ഗൈസ്. ഇതാട്ടെ കയ്യിന്ന് അപ്പുറം ഇപ്പുറം പോയിക്കൊണ്ട് എല്ലാം അത് ചെറിയൊരു മേശയാണ്. അതിന്റെ മുകളിൽ എങ്ങനെയോ ഒരു സ്ഥലത്ത് ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ അത് അപ്പോഴും വെക്കാറുള്ളത്. ആ ഗ്യാപ്പിൽ കൂടെ പോകാൻ പോലും മര്യാദയ്ക്ക് പറ്റൂല മനുഷ്യന്മാർക്ക്. ആ ഗ്യാപ്പിൽ കൂടെയാണ് ഞാൻ എങ്ങനെയല്ലോ പോയിട്ട് ആ PC വെക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവൻ അവിടെ തുള്ളിക്കളിച്ചിരിക്കുന്നതാണുണ്ടോ ഗൈസ്? നിങ്ങൾ അത് കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നില്ല, കാണൂ. ഇനി നമ്മൾ അടുത്ത പരിപാടി മൗസ് പാഡ് ഒന്ന് ജസ്റ്റ് തുടക്കലാണ്. ഞാനിത് തുടച്ചോണ്ടിരിക്കുമ്പോ ഈ കുരിപ്പ് വന്നിട്ട് പറഞ്ഞ് ഞാനും കൂടി ഇന്നെ സഹായിക്കാന്ന് പറഞ്ഞ് ഇരുന്നിട്ട് അവിടെ കുത്തിന് സഹായിക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു ഇവന്റെ കാര്യത്തിൽ ചെറിയ കുശുമുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് അറിയോ ഗൈസ്, എനിക്കെല്ലാം കമ്പ്യൂട്ടറിലെ തൊടാൻ കിട്ടിയത് എപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ +1 +2 എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ്. അന്നേരമാണ് ഞാൻ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കൈകൊണ്ട് തൊടുന്നത്. അന്നേരമാണ് ഗൈസ് ഞാൻ മറ്റേ GTA ഒക്കെ കളിക്കുന്നത് ഫസ്റ്റ് ടൈം. അതിന്റെ മുമ്പേ ഒന്നും എനിക്ക് കമ്പ്യൂട്ടർ ഒന്നും തൊടാൻ പോലും കിട്ടിയിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഇവനൊക്കെ വളർന്നു വരുന്നപ്പോഴത്തേക്കും തന്നെ RTX 4090 Ryzen 9 അതും പോരായിട്ട് ഡബിൾ മോണിറ്റർ, അതും ഇത് മൗസ് കീബോർഡ് എല്ലാം അടക്കമാണ് ഇവനിക്കെല്ലാം കിട്ടാൻ പോകുന്നത്. ആ ഒരു കാര്യം ഓർത്തിട്ട് എനിക്ക് ചെറിയ കുശുമുണ്ട് ഗൈസ് ഇവന്റെ കാര്യത്തിൽ. എന്നാലും സാരമില്ല. പിന്നെ നമ്മളെ ബെഡിൽ കുറെ സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട്. കുറെ കുഞ്ഞു എന്റെ ചെടി, അതുപോലെ തന്നെ അടിച്ചുപോയ കീബോർഡ്, പിന്നെ ചെറിയ കൺട്രോളർ, 2 കൺട്രോളർ, അതും ഇതും, പിന്നെ പച്ചിലെ ചെടി, പിന്നെ എന്റെ പ്ലേ ബട്ടൺ കാര്യങ്ങൾ അതൊക്കെ ഞാൻ വാക്യൂം ക്ലീനർ വെച്ച് പൊടി ഇങ്ങനെ പോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. ഇതെല്ലാം പൊടിയൊക്കെ മാറ്റിയിട്ട് വേണം ഈ പൊടിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതൊക്കെ അവിടെ നിന്നാണ് ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചാൽ മാത്രമേ അതൊക്കെ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ ഞാൻ പിന്നെ തളർന്നിട്ടുണ്ട്. ഏകദേശം സമയം എത്രയെന്ന് ഗൈസ്? 5 മണി ആവാനായി ഗൈസ്. ഇത്ര ഒരു ദിവസമാണ് ഇത് ചെയ്ത് തീർക്കണമെങ്കിൽ 5 മണി ആവാനായിട്ടുണ്ട്. എന്നാലും ഞാൻ വിടൂല എന്നുള്ള രീതിയിൽ ഉള്ള എനർജി മൊത്തം എടുത്തിട്ട് ഞാൻ ഇത് കുത്തിയിരുന്ന് തേക്കുന്നുണ്ട്. ഇത് ഇത്രത്തോളം വൃത്തിയാക്കാൻ പറ്റും അത്രക്ക് ഞാൻ വൃത്തിയാക്കും. കാരണം മാസത്തിൽ ഒരു ദിവസമില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഓരോന്നെടുത്ത് പൊടി മൊത്തം മാറ്റി ഞാൻ ബെഡിലുള്ള എല്ലാ സാധനം എടുത്ത് ഞാൻ കമ്പ്യൂട്ടർ ടേബിളിന്റെ മുകളിലേക്ക് തലക്കാലം വെക്കുന്നുണ്ട്. കാരണം ഇനി ബെഡ് ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ബെഡ് മൊത്തം ഒന്ന് കാലിയാക്കണം. ഇപ്പൊ നോക്കി ഗൈസ്, ബെഡ് മൊത്തം കാലിയായി കിടക്കുവാണ്. ഒരു സാധനമില്ല. അതെല്ലാം എടുത്തിട്ട് കമ്പ്യൂട്ടർ ടേബിൾ മേൽ വരുന്നുണ്ട്. ഇതൊക്കെ മൊത്തം ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ മൊത്തത്തിൽ ഇതെല്ലാം എടുത്തൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പേ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനി നമ്മൾ ബെഡിന്റെ അടിയൊക്കെ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരുത്തമായിട്ട് ബെഡുമ്മ കയറി കിടന്നിട്ട് ഇവനിക്ക് എന്തോ കുഴപ്പമുണ്ട് ഗൈസ്. ആദ്യം പറഞ്ഞാൽ അതിനെ ഞാൻ പായിപ്പിച്ചിട്ട് അതിന്റെ അടിയിലെല്ലാം ഫുള്ള് ഇതാക്കി മൊത്തം ഇവന്റോട് ആരോ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യൂം ക്ലീനർ ഉണ്ടി കളിക്കുന്ന മോന്റെ ഉന്ത് വണ്ടിയാണ്, അതെടുത്ത് ഉന്തി കളിക്കുന്നുണ്ട്. അതിനുശേഷം അതെടുത്ത് ബെഡിന്റെ മുകളിലുള്ള കുറെ പൊടിയും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. ഇടക്കിടക്ക് വന്നോക്കുന്നുണ്ട് ഇനി എന്താ അടിച്ചു മാറ്റാന്നുള്ളത്. പിന്നെ നമ്മളെ മോപ്പെടുത്ത് നനച്ച് നല്ലോണം റൂമെല്ലാം ഫുള്ള് നനച്ച് തുടക്കുന്നുണ്ട് ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഇനി നിലമൊക്കെ ഒന്ന് നനച്ച് തുടച്ചാൽ എന്ത് വാക്യൂം ക്ലീനർ വെച്ചിട്ട് തുടച്ചാലും ഗൈസ് ഈ നനച്ച് തുടക്കുന്ന അത്ര മൊഞ്ചൊന്നും കിട്ടൂല. ആ വൃത്തിയൊന്നും ഒരിക്കലും കിട്ടൂല. അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അങ്ങനെ വെള്ളം മുക്കി തുടച്ച് നമ്മൾ കുറെ സാധനങ്ങൾ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്റെ ഈ കുഞ്ഞ് ടേബിള്, അതുപോലെ തന്നെ എന്റെ ട്രൈപോഡ്, അത് കഴിഞ്ഞിട്ട് പ്രൈമറി ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡറി ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ടേബിൾ ഉണ്ട്, മറ്റേ ചെറിയ ഷെൽഫ് പോലത്തെ സാധനം, അത് ഇത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്ത് മാറ്റിച്ച് അതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സാധനം നമ്മൾ പുറത്തുനിന്ന് തുടച്ചിട്ടാണ് ഉള്ളിലേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പൊടിയൊക്കെ പിന്നെയും റൂമിലേക്ക് തന്നെ ആവുന്നുണ്ട്. അങ്ങനെ അത് മൊത്തം കഴിഞ്ഞ് നമ്മൾ ഇനി മിററാണ് ഗൈസ്. ഇത് വലിയ മിററാണ്. ഇവരുടെ മിററിന്റെ മുകളിൽ കുറെ പൊടിയുണ്ട്. പക്ഷെ അത് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് എന്റെ വാക്യൂം ക്ലീനറിലെ ചാർജ് തീർന്നു ഗൈസ്. പിന്നെ നമ്മളത് തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തുടക്കാന്ന് വിചാരിച്ച് കുറച്ച് പൊടി മാത്രം അതിന്റെ മുകളിൽ. ഇവൻ പിന്നെ അവിടെ കിടന്ന് കിണിക്കുന്നുണ്ട്. എനിക്ക് ക്യാമറ കാണുമ്പോൾ എന്തോ ഒരു അരട്ടിളകുന്നുണ്ട് തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ തന്നെയാണ് ഗൈസ്, എന്റെ ഒരു മിനി വേർഷൻ ആണ് അത്. ഇനി നമ്മൾ ഗെയിമിംഗ് ചെയർ ആണ്. ഈ ചെയർ ശരിക്കും ഞാൻ വാക്യൂം ക്ലീനർ വെച്ചിട്ടാണ് ക്ലീൻ ആക്കാറ്. കാരണം കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഈ ചെയറിന്റെ മുകളിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് വാക്യൂം ക്ലീനറിലെ ചാർജ് തീർന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം മുക്കി തുടക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം മുക്കി ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ മൊത്തത്തിൽ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി 7-8 മണിയായി ഗൈസ്. മൊത്തത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ കുളിച്ച് മൊത്തം ഡ്രസ്സൊക്കെ മാറ്റി എല്ലാ സാധനം അറേഞ്ച് ചെയ്ത്. കാരണം അറേഞ്ച് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം അതിന് മുമ്പ് എൻ്റെ ഫോണിന്റെ ചാർജൊക്കെ തീർന്ന് എല്ലാം വറ്റി വരണ്ട് മൊത്തം നമ്മൾ അറേഞ്ച് ചെയ്ത റൂം പഴയ പോലെ തന്നെ ആക്കിയിട്ടാണ് ഞാൻ എൻ്റെ റൂമിന്റെ കോലം കാണിച്ചത്.
അപ്പം ഗൈസ് നമ്മളെ റൂം മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് അടിപൊളി ആക്കിയിട്ടുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾ നോക്ക് ഗൈസ്, തിളങ്ങുന്ന തിളങ്ങൽ കണ്ട് നിങ്ങൾക്ക് ഒരു ഷൈനിങ് അടിക്കുന്നില്ല നിങ്ങളെ കണ്ണിലേക്ക്. നോക്കൂ ഗൈസ്, നോക്ക്. ഇതിന്റെ മുക്കും മൂല ഇതിന്റെ ഒരു ഭാഗം പോലും ക്ലീൻ ആക്കാണ്ടില്ല. അത്രക്ക് ഞാൻ ക്ലീൻ ആക്കി തിളക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒറ്റ ദിവസം ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാന സന്തോഷമായിരിക്കും. അത് വേറെ തന്നെ ഒരു സന്തോഷമായിരിക്കും ഗൈസ്. ഫൈനലി നമ്മളെ ഫൈനൽ ടച്ചും കൂടി ഉണ്ട്. ഇതുണ്ട് റൂം സ്പ്രേ ആണ്. ഇത് ഞാൻ അവിടെ ഇവിടെയെല്ലാം ആയിട്ട് കുറച്ച് അടിക്കുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് ചെടിയിലെല്ലാം കൊണ്ടുപോയിട്ട് അടിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് റൂം ഒരു നല്ല മണം ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഇന്നത്തെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ബൈ, അടുത്ത പ്രാവശ്യം കാണാം.